അവിടെ ക്ലാസ്സിൽ ഗേൾസ് ഉണ്ടാവും. അല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 100 പേര് എനിക്ക് രണ്ടോ ഒന്നിൽ കൂടുതൽ ഉണ്ട് എല്ലാവരും സൂക്ഷിക്കാം. 1ാം ക്ലാസ് തൊട്ട് വരെ CBSE മലയാളം സ്റ്റേറ്റ് സിലബസ് പഠിച്ചായിരുന്നു. ഈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഇഷ്ടം ഇപ്പൊ തുടങ്ങിയത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. മാത്സ് ഇഷ്ടമാണ്. അങ്ങനെ പറയുന്നു. മറ്റേ സ്റ്റേറ്റിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ? നാഗാലാൻഡ് ട്രിപ്പ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി IIT എന്ന് പറഞ്ഞാല് ഇന്ത്യയില് ഏറ്റവും ബെസ്റ്റ് കോളേജ്. അവിടെ പോയിട്ട് നമ്മള് ലൈഫ് എൻജോയ് ചെയ്യുന്നു, നമ്മുടെ കുറെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നു. അത് ഉപയോഗിച്ച് നമ്മളെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് പോകും. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം നിങ്ങൾ കുക്കീസ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്താലും. കുക്കീസ് എടുത്തോ. ഭയങ്കരമായ awkwardness. പോകുന്നത് ഇതുണ്ടാവും, കുടിച്ചോണെങ്കിലോ. നല്ലുണ്ട്. എന്താ നിനക്കെന്താ വയ്യ? അയ്യോ പോവാൻ തുടങ്ങണം. ജിമ്മുണ്ട്. ജിമ്മുണ്ടോ? എന്താ എക്സാം ആയതുകൊണ്ട് കട്ടായി. പിന്നെ 2 മാസം ഗ്യാപ്പായി. ജിം ഇവിടെ ഒറ്റ ജിമ്മ എല്ലാവർക്കും കൂടി? അല്ല, ഹോസ്റ്റലിൽ ജിമ്മുണ്ട്, അല്ലാണ്ട് ഒരു ജിംഖാനാണ്. അവിടെ ക്ലാസ്സിൽ ഗേൾസ് ഉണ്ടാവും. അല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 100 പേര് എനിക്ക് രണ്ടോ റേഷ്യോ കുറവാണ്. ഇപ്പം നമ്മുടെ തിലക്ക് 116 എടുത്തുണ്ടെങ്കിൽ ഒരു 30-40 girls. അത്ര ഉണ്ടല്ലേ? വാവ്. ഭയങ്കര ഗേൾസ് ഭയങ്കര കൂടുതലല്ലോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പ് ബ്രാഞ്ച് അവിടെ ഗേൾസ്. ഏത് ബ്രാഞ്ച്? ഞാൻ എനർജി. അല്ല, ഗുരുവിനെ മാതൃകയാക്കാൻ ആഗ്രഹമുണ്ടോ? IIT പോയി IITന്റെ കല്യാണം കഴിച്ചു. ചായ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിലവിൽ പ്ലാനിങ്. എന്താ വെച്ചാൽ അവര് ചേട്ടനോട് തന്നെ പഠിക്കണേ. ചേട്ടനൊന്നും ഗ്രാജുവേറ്റ് ചെയ്തില്ല. ബാക്കി എങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മാനുണ്ടോ? ഏതൊരു IIT ക്യാമ്പസ് പുലി കയറിയില്ലേ? ഒന്നിൽ കൂടുതൽ ഉണ്ട് എല്ലാവരും സൂക്ഷിക്കാം. പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു ക്യാമ്പസ് ലൈഫ്. അടിപൊളി. ക്ലാസ്സിൽ പോവാറുണ്ടോ? മനസ്സിലായി. വേണ്ട ആവശ്യമില്ല. സീനിയേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. പോകേണ്ട ആവശ്യം ഒരാവശ്യമില്ല. എടാ, റോഡിന്റെ അപ്പുറം ഇപ്പുറല്ലേ ക്യാമ്പസ്? ഇപ്പൊ എന്തോ ഒരു പാസ്സായി സഭ പണിത്. ഓറിയന്റേഷൻ ഒക്കെ വെച്ചു. ഇങ്ങനെ പുലി വന്നാൽ തടുക്കണം. പുലി വന്നാൽ ഇങ്ങനെ തടുക്കണ്ടേ? അൺലൈക്ക് ഇൻ ദ പാസ്റ്റിലെ വരാറുണ്ട്. പ്രിമൈസിന് വന്നു തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോംബെ പോകാൻ തന്നെ തീരുമാനിച്ചു. വിളിച്ചിട്ട് എന്താ അവനെ റാഗ് ചെയ്യാനാ? സീനിയർ ആവുമല്ലോ, അതാണ് അവന്റെ ഉദ്ദേശം. അവിടെ എങ്ങനെ ഹോസ്റ്റലിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ? പൈസനെ ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ടൈം തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ അവസാനം ഒരു അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റേറ്റിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ 10 വരെയുള്ള സിലബസിനകത്ത് ഞാൻ 7 വരെ CBSE ആണ്. 7th മുതൽ CBSE പഠിച്ചത്. 7th വരെ CBSE. ബട്ട് അത് വലിയ സെൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലല്ലോ. പിന്നെ 8, 9, 10 മാർക്ക് വാങ്ങാൻ വേണ്ടി സ്റ്റേറ്റ്. ഞാൻ റിവേഴ്സ് പഠിച്ചതാണ്. ഞാൻ 6ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് 7 തൊട്ട് CBSE പഠിച്ചു. 1ാം ക്ലാസ് തൊട്ട് വരെ CBSE മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസ് പഠിച്ചായിരുന്നു. നിങ്ങളെല്ലാരും സ്റ്റേറ്റ് ആയിട്ടല്ലേ? ഇവര് 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് ആണ്. CBSE കേരളത്തിൽ ട്രെൻഡ് ഇതാണ് അല്ലേ? 6th 7th വരെ CBSE പഠിച്ചിട്ട് പിന്നെ മാർക്ക് കിട്ടിയിട്ട് പിന്നെ മാത്രം CBSE കുറവായിരിക്കും. പഠിച്ചാൽ
My God. അപ്പൊ ഞാൻ തെറ്റായി ചെയ്ത്. ഞാൻ ചോദിച്ചു വന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ 10th സ്റ്റേറ്റ് പഠിച്ചൊരു കുട്ടീനോട് ഇപ്പോൾ പോളിനോമിയൽസ് എന്താണെന്ന് ചോദിച്ചാൽ പോലും പല കുട്ടികൾക്ക് അറിയില്ല. നേരെ കുറച്ചാൽ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻസ് കൊടുത്താൽ എന്താ പറയാ, അതായത് കോൺസെപ്റ്റ് സെയിം ആവും, പക്ഷെ ഒരു എക്സിന് പകരം ക്രിയേറ്റ് കൊടുത്ത അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചോദിച്ചാൽ എന്താ പറയാ, അത് എനിക്ക് എടുത്തിട്ടില്ല കാര്യം. അതെ അതെ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ സൈലത്തിലേക്ക് നീ വരുന്ന സമയത്ത് നീ ഇപ്പോൾ സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെയാണല്ലോ IIT ഫസ്റ്റ് അറ്റംപ്റ്റ് ക്രാക്ക് ചെയ്യുന്നത്. പക്ഷെ 10th വരെ നീ പഠിച്ചത് സ്റ്റേറ്റ് സിലബസ് സാധാ കുട്ടികളെ പോലെ തന്നെ പഠിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ IITന്റെ ഫൗണ്ടേഷൻ കോഴ്സ് പലപ്പോഴും പറയുന്ന ഒരു കാര്യം 6ാം ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ IIT കിട്ടൂ, അങ്ങനെ ഫൗണ്ടേഷൻ വെച്ച് പഠിച്ചാൽ മാത്രമേ കിട്ടൂ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ ശതമാനം വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? കൂടുതൽ പ്രോബബിൾ അതാണ്. അങ്ങനെ ചെയ്താൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്, അല്ലാതെ ഇത് കിട്ടൂല എന്ന് പറയാൻ. പക്ഷെ നമ്മളെ സൈലത്തിൽ എത്തുന്ന ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ഭയങ്കര ഫൗണ്ടേഷൻ കിട്ടാത്ത കുട്ടികൾ തന്നെ പ്ലസ് 1 പ്ലസ് 2 ഭീകരമായ എഫർട്ട് എടുത്ത. ഭയങ്കര റാങ്ക് കിട്ടാന്നുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ തുടങ്ങാൻ പറ്റും. പക്ഷെ നമ്മളെ കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും ടാലന്റ് ഉള്ളവരുണ്ടാവും, ഒരു നോർമൽ ആവറേജ് കുട്ടി. പക്ഷെ ഇപ്രാവശ്യത്തെ ബാച്ചിലൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഫൗണ്ടേഷൻ ഉള്ള കുട്ടികളല്ല. എല്ലാവരും പ്ലസ് 1 പ്ലസ് 2 എത്തിയിട്ട് ആ ഹാർഡ് വേക്കൂടെ തന്നെ, അതായത് ഫസ്റ്റ് ക്ലാസ് തന്നെ മാത്സ് ഒക്കെ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് കരച്ചിലും ആ സ്റ്റൈല് ചിലര് നിർത്തിപ്പോയി. ഞങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് ആരിഫ് സാർ എങ്ങനെ നല്ല ഫണ്ടാക്കി എടുത്തിട്ട് എല്ലാം ഇങ്ങനെ കയറ്റി കൊടുക്കുമ്പോൾ വലിയ പണിയുണ്ടായി. AR മാത്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ മാഷല്ലേ? എൻ്റെ മാഷാണ്. ഓക്കെ. പക്ഷെ ഇവിടെ മിക്കവാറും എന്താ വെച്ചാല്, പക്ഷെ എന്താ വെച്ചാൽ തുടക്കത്തിൽ നമ്മൾ ആ ബാച്ചിലൊക്കെ നല്ല ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. പിള്ളേര് അതിനനുസരിച്ച് ഇതായി. അതാണ് ഗ്ലഡിയേറ്റർ ബാച്ചിലുണ്ടായത്. അതായത് ആ 2 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം സെറ്റായി എന്ന് പറയാം. ഏകദേശം പിന്നെ അല്ല, അവിടെ സെറ്റ് ആകുന്നതിന്റെ ഈ പറഞ്ഞ പോലെ ഇനി ആളെയും കൂടി കിട്ടണല്ലോ അത്. കയറി കഴിഞ്ഞിട്ട് നമ്മളെ സ്വഭാവം അനുസരിച്ചിരിക്കണം. സ്ട്രെസ് ഉണ്ടോ ശരിക്കും അതിനകത്ത് ഇങ്ങനെ വരുമ്പോഴേക്കും? നമ്മൾ പഠിത്തം മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്ട്രെസ് ഉണ്ടാവും. അത് എവിടെ പഠിക്കാനാണ്? ക്യാമ്പസിൽ എല്ലാ ഫെസിലിറ്റി ഇല്ലേ, എല്ലാ എവറിത്തിങ് ഉണ്ട്. പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓർഡർ ചെയ്ത സാധനം ഉള്ളിലേക്ക് അത് മാത്രല്ല എല്ലാം അതിന്റെ ഉള്ളിൽ തന്നെ. ഇപ്പൊ അല്ലേ നൈറ്റ് ലൈഫ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാംസ് നടക്കും, മ്യൂസിക്കൽ പ്രോഗ്രാംസ്, പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആഴ്ച കൂടുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് പേരുണ്ടാവും. ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഫെസ്റ്റ് കപ്പായിട്ട് ഓരോ പറയുണ്ടാവും. ഫെസ്റ്റിന്റെ പേരെന്താ? ആ നമ്മള് സിയോന്റെ സിനിമയിൽ അത് പറയണ്ടല്ലോ അല്ലേ? അല്ലേ അതെ അതെ അതെ. ഇല്ലേ? അതിരടി അല്ലേ? ഫുട്ടേജും അതെപ്പോഴാണ് നടക്കണേ? അത് അടിപൊളി ഒരു സംഭവം അല്ലേ? കഴിഞ്ഞ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ തത്വം ഒക്ടോബറിലും രാഗം തത്വമാണോ ടെക് ഫെസ്റ്റാ? രാഗം കൾച്ചറൽ ഫെസ്റ്റ്. ഓ, നമ്മള് IIT-ല് ശാസ്ത്ര സാരംഗ് പോലെ അല്ലേ? ശാസ്ത്ര സാരംഗ് ഇപ്പൊ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് നടക്കില്ലേ? പ്ലസ് 1 പ്ലസ് 2 നീ അവിടെ പഠിച്ചു, പിന്നെ അതേ സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വന്നേ? ഓക്കെ. അതെ എന്തായാലും ഇപ്പം ഹാപ്പി. ഐശ്വര്യക്ക് ഇപ്പൊ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് IIT കിട്ടും, കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? നേരത്തെ പറഞ്ഞ ലാസ്റ്റ് വരെ പിടിച്ചു നിൽക്കാന്നുള്ളതല്ലേ? അല്ല, നിനക്ക് എന്താ തോന്നുന്നത് എന്താണ് ഏറ്റവും ക്രൂഷ്യൽ ആയ സാധനം? കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ ഏറ്റവും എല്ലാവരും മിസ്സാവുന്ന ഒരു സാധനം എന്തായിരിക്കും? പ്രിപ്പറേഷന്റെ സമയത്തൊക്കെ കൺസിസ്റ്റൻസി ചെയ്യണം. അതായത് അവസാനം ഡൗൺ ഒക്കെ ആവും. ഡൗൺ ആവും, അത് ശരിയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇത് കാര്യം എന്ന് വെച്ചാൽ 100% ആർക്കും പഠിച്ചു തീരാനൊന്നും പറ്റില്ല. അവസാനം വരെ പിടിച്ചു നിന്നിട്ട് നമ്മളെ ബെസ്റ്റ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്തായാലും കയറി പറ്റിയിട്ടുണ്ടാവുന്നത് തന്നെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് തന്നെ 100% പഠിച്ചു കഴിഞ്ഞില്ലെന്നാണ്. അതിപ്പോ 10 കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 100% പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ തന്നെ ഇപ്പോഴും പിള്ളേർക്കുണ്ട് എവിടെ നിന്നൊക്കെ ബുക്ക് വാങ്ങിക്കാമോ അവിടെ നിന്ന് എല്ലാം കണ്ട ബുക്കുകളെല്ലാം വാങ്ങിച്ചു വെക്കും, എന്നിട്ട് അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല എന്നുള്ളൊരു ടെൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ബുക്ക് വാങ്ങാൻ അത് വൃത്തിയിൽ പഠിക്കുക, അതാണ് അവൻ പറഞ്ഞ കാര്യം. ഞാൻ ചോദിക്കുമായിരുന്നേ, ഇവര് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇവര് കുറെ എഫേർട്ട് എടുത്തല്ലോ. അതിപ്പം ഇവര് നൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ സെം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതിനാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇപ്പൊ ഇവർ എടുത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ള മറുപടി പറഞ്ഞാൽ എന്താ പറ? എങ്ങനെയും മാർക്ക് കിട്ടി പാസ്സായാൽ മതിയല്ലോ. കോമ്പറ്റേറ്റീവ് ഭയങ്കര പ്രഷർ അല്ലേ? ക്യാമ്പസ് പിന്നെ പഠിക്കുന്നതൊക്കെ നമ്മള് പഠിക്കാണ്ടിരിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും നമ്മളെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ വലിയൊരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തു.
അല്ല പിന്നെ നമ്മൾ ഓൺ ട്രാക്കായി. എനിക്ക് നിവേദായിരുന്നു ഭയങ്കര ടെൻഷനായിട്ട് ഇത് കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരെ എന്താ ചെയ്യാ കിട്ടൂലെന്ന് അതിന്റെ വ്യത്യസ്തം ഓന്റെ ഒപ്പമുള്ള ഒരാൾ പോയി ഇപ്പൊ തിരിച്ച് അങ്ങനെ തന്നെ പോയി. അതെ 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 നീ അതെ MECലല്ലേ പഠിച്ചത്? പക്ഷേ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരുന്ന് വൃത്തിയിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു ഘട്ടത്തില് കിട്ടൂലെന്നൊക്കെ തോന്നിയില്ലേ നിനക്ക്? ഫസ്റ്റ് കഴിഞ്ഞപ്പോ പോയി വെച്ച് പിന്നെ വരണം എന്നുള്ള മൈൻഡിലായിരുന്നു. പിന്നെ എല്ലാവരും എത്തി അപ്പൊ ഒന്ന് വന്ന് നോക്കാന്നുള്ള രീതിയിൽ വന്നതാ. ബോർഡ് എക്സാമിന് പോയി ലാസ്റ്റ് ടൈമിൽ കുറച്ച് വന്ന് പിന്നെ കുറച്ച് നല്ല എഫേർട്ട് എടുത്തു. അതിലാണ് പിന്നെയും അതന്നെ സാറ് പറഞ്ഞ പോലെ വിടാതെ നിക്കുക എന്നുള്ളൊരു വിടാതെ വെച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു സംഭവം. കാരണം ഇതിന്റെ ഒരു ടൈം ലൈൻ ഭയങ്കര പ്രശ്നമുണ്ട്. ഫസ്റ്റ് ഫേസ് വരുന്നു, സെക്കൻഡ് ഫേസ് വരുന്നു, ബോർഡ് എക്സാം അതിന്റെ ഇടയിൽ ലാബ് കഴിഞ്ഞ ഉടനെ ജെയ്മെൻ ഫസ്റ്റ് ഫേസ് 1, അത് എക്സാം കഴിഞ്ഞ ഉടനെ സെക്കൻഡ് ഫേസ്. കുട്ടികളെ ഇൻ ദി എൻഡ് ഇറ്റ്സ് ഓൾ വർത്ത് അല്ലേ? അതാണ് അതിൽ മെയിൻ സംഭവം. സ്ട്രഗിൾ എത്ര കഴിഞ്ഞാലും സത്യം പിന്നെ രക്ഷപ്പെട്ട ഇപ്രാവശ്യത്തെ വാല്യൂഷൻ കണ്ടില്ല CBSE വാല്യൂഷൻ ഭയങ്കര ടൈറ്റ് ആയി. അവിടെ നിങ്ങള് IIT നെറ്റിലൊക്കെ എത്തുമ്പോൾ വേറെ സ്ഥലത്തു നിന്ന് വന്നവരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവരൊക്കെ ഇതിനേക്കാൾ വലിയ സ്ട്രഗിളിൽ കൂടെ അല്ലേ പലരും വന്നിട്ടുണ്ടാവും. 6ാം ക്ലാസ് തൊട്ട് കോച്ചിങ് അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടി റിലാക്സ്ഡ് ആയിട്ടല്ലേ തോന്നണേ? പലരും ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ടില്ലേ വേറെ സ്റ്റേറ്റിലുള്ളവരൊക്കെ കുറെ മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ആ ലെവലല്ലേ പോണം. ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം ഫസ്റ്റ് വന്ന സമയത്ത് അവനെ പരിചയപ്പെട്ട അങ്ങനെ ചോദിച്ചു ജെയ്ഡ് ചെയ്യണി ചോദിച്ചാൽ അവൻ പറയുന്നത് വെച്ചാല് എന്താ ട്രോമ പോലെ അതാ പറയുന്നത്. അത് പാരന്റ് ഫോഴ്സ് ചെയ്തിട്ട് അവനെ പഠിപ്പിച്ചിട്ട് താല്പര്യമില്ല. പക്ഷെ പിന്നെ പഠിച്ചു അല്ല നിങ്ങൾക്കൊക്കെ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഇഷ്ടം ഇപ്പൊ തുടങ്ങിയത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? മാത്സ് ഇഷ്ടമാണ്. ആ ഒരു ബയോളജി അങ്ങനെ പറയുന്നു. അങ്ങനല്ല എന്താ ബയോ അല്ലെങ്കിൽ മെഡിക്കലിലോട്ട് എനിക്ക് താല്പര്യം കുറവായിരുന്നു. എന്താ ഇങ്ങോട്ട് പോകാൻ തന്നെ CS എടുത്തു. അപ്പോൾ സൈലത്ത് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ സൈലത്തിന്റെ പലപ്പോഴും ഏഡിൽ പറയാം സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് എന്നാണ്. അതായത് സ്ട്രെസ് ഫീൽ ചെയ്യും. എന്തായാലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻവയൺമെന്റ് ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യും. പക്ഷേ സൈലത്തിൽ ടീച്ചേഴ്സ് കാരണമുള്ള സ്ട്രെസ് ഉണ്ടോ? ലൈക്ക് ഇപ്പം സിനിമയിലൊക്കെ ആണെങ്കിൽ പണ്ട് നമ്മൾ കാണുന്ന എൻട്രൻസ് ഈസ് എ വാർ അങ്ങനത്തെ ഒരു ക്ലാസ് റൂമും. ഇപ്പം ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു സാറ് എക്സാമിന് മാർക്ക് കുറഞ്ഞ സമയത്ത് കസേര എടുത്ത് അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഒന്നാമത് സ്ട്രെസ് ഫീന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ടൈം ടേബിളിൽ പോകുമ്പോൾ സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. മാനേജ് ചെയ്യാൻ പഠിക്കാം. സ്ട്രെസ് ഫീ എന്ന് പറഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് കുറച്ചും കൂടി അപ്രോച്ചബിളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഇനിയുള്ള പ്രോഗ്രാം കാര്യങ്ങൾ നിങ്ങളിപ്പോ സീനിയേഴ്സ് ആയില്ലേ ഒരു വർഷം നിന്നിട്ട്, ഇനിയിപ്പോ പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം നിങ്ങളല്ലേ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടാവുക. അതിന്റെ അത്ര അതിൽ വർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കിട്ടിയോ? എങ്ങനെയാ തുടങ്ങിയോ? അവിടെ ഈ ഇതിനൊക്കെ ഈ കോർഡിനേറ്റേഴ്സ് ആയിട്ട് നിങ്ങൾ ആവില്ലേ? സീനിയേഴ്സ് പിന്നെ ഇൻഡക്ഷൻസ് നടത്തുന്നത്. ഓ ശരി. നിങ്ങൾ ഇപ്പൊ നമ്മളെ ഈ ഇവിടെയുള്ള എൻട്രൻസ് ജേർണിയിൽ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളായിട്ട് മാത്രം കൂടെ ഇരുന്ന് പഠിച്ചൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ NIT-ലും IIT-ലൊക്കെ ചെല്ലുമ്പോൾ ഡിഫറെന്റ് റീജിയനിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? അതായത് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എന്താണ് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാറുണ്ടോ, അതോ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് ഒരു അഭിപ്രായം? ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കൂടി അവിടെ നടക്കാറ്. മറ്റേ സ്റ്റേറ്റിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ? ഒരു നാഗാലാൻഡ് ട്രിപ്പ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി മേഘാലയ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ അതായത് ഇന്ത്യ മൊത്തത്തില് ഒരു കണക്ഷനായി. എല്ലാ സ്ഥലത്തും അങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് കാശ്മീരിലുള്ള ആളുണ്ട്, കന്യാകുമാരിയിലുള്ള ആളുണ്ട്, അതിന്റെ എല്ലാ സ്റ്റേറ്റിലും ഫ്രണ്ട്സ് ഉണ്ടാവുന്നു. ശരിയാണ്. ഇപ്പൊ IIT-ൽ എത്തുന്ന സമയത്ത് നമ്മളിവിടെ പഠിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിന്റെ കൂടെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മാറുമല്ലോ. അപ്പൊ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എന്ത് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? അവര് എന്താ അങ്ങനല്ല, അവര് നമ്മളിപ്പോ ഇങ്ങനെ പ്രീ പ്ലാൻഡ് അങ്ങനെയല്ല. അവര് എന്താ പറയാ കുറച്ചും കൂടെ എല്ലാം പ്രിപ്പയർഡ് ആണ്. അങ്ങനെ ഒരു ഇതുണ്ട്. എന്താ ചെറുപ്പം മുതലൊരു ഗോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചില ലാബ്സിലൊക്കെ ചില കോഴ്സിലൊക്കെ അവര് എക്സൽ ചെയ്യുന്ന കാണുമ്പോൾ അതായത് അവർക്ക് ഓൾറെഡി അറിയാം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സാം ലാബെല്ലാം ഉണ്ടായി. അപ്പം ലാബിൽ ചിലപ്പോൾ എന്താ ഈ ബോർഡ് ചിപ്പ് ബോർഡ് അതെല്ലാം വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അവര് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ചെറുപ്പത്തിലൊക്കെ ബാംഗ്ലൂർ സ്റ്റുഡൻസ് അങ്ങനത്തെ അവരൊക്കെ വലിയ സിറ്റിയിൽ നിന്ന് വരവർക്ക് കുറച്ചും കൂടി നേരത്തെ എക്സ്പോഷർ കാര്യങ്ങളുണ്ട്. നമ്മൾ ലേറ്റ് ആയിട്ടാ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അതായത് ഇവര് നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ അവസ്ഥ?
ഫസ്റ്റ് ഇയർ കോമൺ ആണ് കുറച്ചും കൂടെ ഫിസിക്സും കാൽക്കുലസ് ഒക്കെ അല്ലേ. ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പറഞ്ഞു ഞാനാണ് സീനിയർ. ഞാനും ഇലക്ട്രിക്കൽ ആയിരുന്നേ. അയ്യോ രാവിലെ 12 മണിക്ക് എണീക്കണം, ഫുഡ് ഓർഡർ ചെയ്യണം, അത് കഴിക്കണം, ഫുട്ബോൾ കളിക്കാൻ ഉറങ്ങണം, പിന്നെ ഒരു ടൈം കിട്ടുന്നില്ല. അത് ശരിക്കും നമ്മളിപ്പം കുറെ കേരളത്തിലാണെങ്കിലും കുറെ പേരൻസ് വിചാരിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എഞ്ചിനീയർ ആയി എന്നുള്ളൊരു സാധനം. അങ്ങനെയല്ലല്ലോ. IIT കൾ എന്ന് പറഞ്ഞാല് എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നല്ല. IIT കൾ എന്ന് പറഞ്ഞാല് ഇന്ത്യയില് ഏറ്റവും ബെസ്റ്റ് കോളേജ്. അവിടെ പോയിട്ട് നമ്മള് ലൈഫ് എൻജോയ് ചെയ്യുന്നു, നമ്മുടെ കുറെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നു. അത് ഉപയോഗിച്ച് നമ്മളെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് പോകാം. അതൊരു മോൾഡിംഗ് പ്രോസസ് അല്ലേ ശരിക്കും? എഞ്ചിനീയറിംഗിന് പോലെ പോവാ. പക്ഷെ 20 years കഴിഞ്ഞാൽ ഇവരൊന്നും എഞ്ചിനീയേഴ്സ് ആയിരിക്കില്ല. ഞാൻ 100% പറയണം, ഇവരൊന്നും എഞ്ചിനീയേഴ്സ്. ഏത് ജോലിയും ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ് കോഴ്സാണ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് അവിടെ IIT കളിൽ നിന്ന് അവിടുത്തെ ഒരു എക്സ്പോഷർ കിട്ടുന്നു. നമുക്ക് ചിലപ്പോൾ കോറിലേക്ക് പോവാം. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ആ മേഖലയിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടൊന്നും ആവാനൊന്നും ഇല്ല എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകൾ ഇങ്ങനെ വന്നോണ്ടേ നമ്മള് എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടാന് എല്ലാം അവിടെ പോണം. എഞ്ചിനീയറിംഗിന്റെ സ്നേഹിച്ച് ഭയങ്കര എഞ്ചിനീയർ ആവാന്ന് വിചാരിച്ചിട്ട് ഒന്നല്ലല്ലോ നമ്മൾ പോണേ. നമ്മളെ ക്യാമ്പസിലേക്കാണ് പോണേ. ആ ക്യാമ്പസ് എന്നുള്ള ലൈഫ് അത് എൻജോയ് ചെയ്യുക. അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ സാമ്പിൾ നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചുറ്റുമുള്ള ആളുകൾ ഏറ്റവും ബെസ്റ്റ് ആളുകളായിരിക്കും. അവരായിട്ട് നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യുക, കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ് ഈ ക്യാമ്പസിന്റെ ലോകം. സാറ് സ്ഥിരമായിട്ട് ഇത് ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഇവരെല്ലാം കണക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പ്രൊഫസേഴ്സ് എല്ലാം ഭയങ്കര നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ഐ മീൻ അത് ഇവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? ഉണ്ടാവും. ഇപ്പൊ ചില പ്രൊഫസർമാരൊക്കെ മിക്കവാറും IIT തന്നെ ബിടെക് ഒക്കെ പഠിച്ച് അവിടെ തന്നെ ചിലരൊക്കെ ഭയങ്കര കൂളായിട്ടുള്ള ആളുകളൊക്കെ. ടീച്ചേഴ്സായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ ഈ സമയത്ത്? പറ്റും. വെച്ചോ.